താരത്തിളക്കം തകരുന്ന വർത്തമാനകാലം. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് 7 മണി മുതൽ 10 മണി വരെയാണ്. പല്ലിശ്ശേരി സിനിമാ മാധ്യമ പ്രവർത്തകൻ, ഒപ്പം ബൈജു കൊട്ടാരക്കര, ലിബർട്ടി ബഷീർ, ജെയിംസ് വടക്കുംചേരി, അഡ്വക്കേറ്റ് അജകുമാർ, ദീദി ദാമോദരൻ, ആലപ്പി അഷ്റഫ്, സൂസൻ കോടി എന്നിവർ ആദ്യഘട്ടത്തിലും, സജി നന്ദ്യത്ത്, ബാബുരാജ് സിനിമാ നടൻ, ഒപ്പം എ സജീവൻ, വരദരാജൻ, ഭാസുരേന്ദ്ര ബാബു, റംഷാദ് എന്നിവർ രണ്ടാമത്തെ ഘട്ടത്തിലും, അജ്മൽ മാക്ട, ശിവൻ മഠത്തിൽ, എം നൌഷാദ് MLA, MA നിഷാദ്, ധന്യാരാമൻ എന്നിവർ മൂന്നാം ഘട്ടത്തിലുമായി നമ്മോടൊപ്പം ചേരും. താരവും താരത്തിളക്കവും മങ്ങി ദിലീപിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കുരുക്ക് കൂടുതൽ മുറുക്കിയാണ് പോലീസ് നീങ്ങുന്നത്. ഇനി കുരുങ്ങാൻ ഉള്ളത് ആരൊക്കെയാണ്? 2013 തുടങ്ങിയ ഗൂഢാലോചന അമ്മയുടെ ഷോയെ വരെ പശ്ചാത്തലമാക്കി. ഈ അധമകൃത്യത്തിന് ദിലീപ് മാത്രമല്ല, എല്ലാ മാഡവും വില കൊടുക്കേണ്ടി വരും. പിച്ചിച്ചീന്തിയ ഒരു പാവം പെണ്ണിൻ്റെ അഭിമാനത്തിന് മേൽ ഒരു പരുന്തിനെയും പറപ്പിക്കാൻ പിണറായി സർക്കാർ അനുവദിക്കില്ല. പോലീസിൻ്റെ പോക്കും ശരിയായി തന്നെ തുടരുന്നു. അമ്മയുള്ള ഒരു മകളുള്ള ദിലീപ് ആക്രമണത്തിനിരയായ നടിയും ഒരു പെണ്ണാണ്, അവൾക്ക് അഭിമാനമുണ്ട് എന്ന കാര്യം മറന്നുവോ? സാങ്കേതികാർത്ഥത്തിൽ നിഷ്പക്ഷമായി നിന്നതിൻ്റെ ഭാഗമാണ് അമ്മ എന്ന സംഘടനയുടെ പ്രവർത്തികൾ എന്ന് പറയാം. പക്ഷേ ധാർമ്മികമായി അതുമാത്രമാണോ ഒരു തൊഴിലാളി കൂട്ടായ്മ കൂടിയായ അമ്മ ചെയ്യേണ്ടിയിരുന്നത്? ഇനി സഹായിച്ചവരും ഗൂഢാലോചന നടത്തിയവരും പിടിയിലായ പ്രതികൾക്കൊപ്പം നിയമത്തിന് മുന്നിൽ എത്തട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചേ മതിയാവൂ. തീർച്ചയായും നമ്മൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രീ അഡ്വക്കേറ്റ് അജകുമാറിലേക്ക്. ശ്രീ അജകുമാർ, ഇന്ന് വരെയുള്ള സംഭവ വികാസങ്ങൾ, ദിലീപ് ഇന്നലെ അറസ്റ്റിലാകുന്നു, അതിനുശേഷം ഇന്ന് വരെയുള്ള സംഭവ വികാസങ്ങളുടെ ഗതിയെ പരിശോധിക്കുമ്പോൾ നിയമപരമായി ഇതുയർത്തുന്ന സാധ്യതകൾ 376D, അതായത് 376D ഗാങ് റേപ്പ് എന്ന് പറയുന്ന വകുപ്പാണ് പ്രധാനമായും ഇതിൽ വരുന്നത്. ഇത് വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം മിനിമം 20 വർഷം തടവ്, ഇല്ലെങ്കിൽ അയാളുടെ ജീവിതകാലം വരെ ഉള്ള ജീവപര്യന്തം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ മിനിമം 20 വർഷം തടവ്, അതിൻ്റെ കൂടെ ഗൂഢാലോചന കുറ്റം. ഒരു ഗൂഢാലോചനയ്ക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ പ്രത്യേകമായി ശിക്ഷയില്ല. പക്ഷേ അതിൻ്റെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ഏത് വകുപ്പാണോ ആ കേസിൽ പ്രധാനമായും പ്രതിക്കെതിരെ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ചാർത്തപ്പെട്ടിട്ടുള്ളത്, ആ വകുപ്പിൻ്റെ ശിക്ഷ തന്നെ അതിന് പ്രതിക്ക് കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ ശിക്ഷ ഇരട്ടിക്കും, ഇരട്ട ജീവപര്യന്തമായി മാറും. എങ്ങനെ ഒരിക്കൽ കൂടി, അതായത് ഈ ഗൂഢാലോചന കുറ്റവും ഗാങ് റേപ്പും ഒന്നിച്ചു വന്നാൽ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പ്രത്യേകമായി ശിക്ഷ പറയാതെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ആ കേസിലെ ഏറ്റവും കൂടിയ കുറ്റകൃത്യം ചെയ്യുന്നതിന് ഏതിലാണോ കൂടുതൽ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ആ ശിക്ഷ തന്നെ ഗൂഢാലോചനയ്ക്ക് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇരട്ട ജീവപര്യന്തം ഈ കേസിൽ ശിക്ഷയായി കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യകാലം തൊട്ടേ പറഞ്ഞിരുന്നു, പലരും പല അശുഭചിന്തകളുമൊക്കെ പങ്കുവച്ച സമയത്ത് ഈ കേസിനെ വളരെയധികം കൃത്യമായി ഫോളോ ചെയ്ത്, ശരിയാണ്, പോലീസിന്റെ അന്വേഷണ ഗതിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കേസിൽ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഉയർന്നു വരികയാണ്. തെളിവുകൾ വാസ്തവത്തിൽ ഒന്നിന് പുറകെ ഒന്നായി വന്ന് മാലയായി കോർത്ത് ഇത് വിലങ്ങായി മാറുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് 90 ദിവസത്തിനകത്ത് ചാർജ്, രണ്ടാം ഘട്ട ചാർജും കൊടുക്കത്തക്ക രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ ഒരു ഉപദേശം. അതായത് ഇനി ഈ ദിശയിൽ തുടരുന്ന പോലീസിന് ഏതൊക്കെ വിധത്തിലാണ് ഇതിൻ്റെ കൈവലങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലുള്ള ലൂപ്പുകൾ, താങ്കളൊരു അഡ്വക്കേറ്റാണ്, ഇത്തരത്തിൽ ഈ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്, ഒരു സ്ത്രീയുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട പ്രശ്നമാണ്. ഇതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് പോലീസും അന്വേഷണ സംഘവും ഇതുവരെ നീങ്ങുന്നത്. ഈ നീക്കങ്ങൾ നിയമപരമായി നാളെ കോടതിയിൽ നിലനിൽക്കാൻ പ്രാപ്തിയുണ്ടോ? നമുക്ക് ഡയറക്റ്റായി എത്തിയാൽ ഈ ദിലീപ് എന്ന നടൻ്റെ ഇപ്പോഴത്തെ റോൾ, പുറത്തെത്തുന്ന ഇപ്പോഴത്തെ റോൾ, അതൊരു പക്ഷേ സ്ഥിരീകരിക്കുകയും
അയാൾക്ക് കൈവിലങ്ങ് അണിയിക്കുകയും ചെയ്യാൻ പാകത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ചെയ്യുന്നത്? ഈ കേസിൻ്റെ ആദ്യത്തെ കണ്ണി ഞാൻ പറയാം. ഈ കേസിൽ ഈ നടിയോട് ഉണ്ടായിട്ടുള്ള വിരോധം, മോട്ടീവ്, ഇത് ചെയ്യാനുള്ള മോട്ടീവ് അല്ലെങ്കിൽ റിവഞ്ച് സ്റ്റാൻഡ്സ് പ്രൂവ്ഡ്. കാരണം അവരുടെ കുടുംബ പ്രശ്നത്തിൽ ഈ നടി ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഒരു വേർപിരിയലിന് ഇടയാക്കുകയും ചെയ്തതിന് ഈ നടിയാണ് കാരണക്കാരി എന്ന് പറയുന്നു. അങ്ങനെ ആ നടനും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞു എന്നുള്ളത് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്. പ്രോസിക്യൂഷൻ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആധികാരികമായ രേഖകൾ സമർപ്പിക്കുകയല്ലാതെ കൂടുതലായിട്ട് അതിൽ വേർക്കേണ്ടി വരില്ല. 2, ഇതിൽ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഇത് നടപ്പിലാക്കണം എന്ന് ചിന്തിക്കുന്നതിന് എത്രയായ സംഭവങ്ങൾ ഇതിൽ വരുന്നു. നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ ഘട്ടത്തിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഇത് 3 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കൊട്ടേഷനാണ്. ആ 3 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കൊട്ടേഷൻ്റെ ഭാഗമായി നിങ്ങൾ നോക്കുക, നമ്മൾ ആദ്യത്തെ 1 വർഷത്തെ കോൾ ലിസ്റ്റ് എടുത്തു. ആ കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ തന്നെ അത്ര പറയത്തക്ക തെളിവുകളൊന്നും അതിൽ കണ്ടില്ല. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം കണ്ടെത്തി 2013 ഇവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു, ഇവർ പല സമയത്തും ഇതിൽ വന്നു ചേർന്നു. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ അതിൽ ജാഗരൂകരായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോളുകൾ ഒഴിവാക്കിയത്. തെളിവ് നശിപ്പിക്കാനുള്ള ജാഗ്രത. തെളിവ് നശിപ്പിക്കുകയല്ല, തെളിവില്ലാതെ അവരാണ്, അതായത് ഒരു കണ്ടുപിടിച്ച് അവരിലേക്ക് എത്താനുള്ള തെളിവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സ്ഥിതി. തെളിവ് നശിപ്പിക്കുക ഇതും തമ്മിൽ വ്യത്യാസമാണ്. അതിലേക്ക് ബോധപൂർവം ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഇവരുടെ ഭാഗത്തുള്ള രണ്ടാമത്തെ ഒരു ലിങ്കായി വരുന്നു. 3, ഇവരുടെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞ്, ഈ കേരള സമൂഹം ഇപ്പോൾ അതെല്ലാം വളരെ കാര്യമായി പഠിച്ചു കഴിഞ്ഞു. 6, 7, 8, 9, 10 വകുപ്പുകൾ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ, അതിനകത്ത് ആവശ്യത്തിലധികം 20 സാഹചര്യ തെളിവുകൾ ദിലീപിനെ ഇതിലേക്ക് കുരുക്കുന്നു. ഇനി 376D ആണ് ചെയ്തിരിക്കുന്നത്. 376D ചെയ്യുമ്പോൾ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ വേറൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്, 114A. അതായത് പ്രോസിക്യൂഷന് ഇതിൽ കൺസെന്റ് ഉണ്ടായിരുന്നോ, മറ്റ് കാര്യങ്ങൾ ആ ഡിഫൻസിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പ്രിസംപ്ഷൻ ഈസ് ദാറ്റ് ദർ ഇസ് നോ കൺസെന്റ്. അപ്പോൾ റേപ്പിനെ സംബന്ധിച്ചിടത്തോളം കൺസെന്റ് ഒരു ഡിഫൻസ് ആയിട്ട് പലരും എടുക്കും. ഇതിലെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളവും ഡിഫൻസ് ഒരുപാട് വേർക്കേണ്ടി വരും. അതായത് ചുരുക്കി പറഞ്ഞാൽ ദിലീപിൻ്റെ കൈവിലങ്ങുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തുടരും എന്നാണ് താങ്കളുടെ നിയമപരിജ്ഞാന നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നത്. ശ്രീ ആലപ്പി അഷ്റഫ്, എന്താണ് ദിലീപിനെക്കുറിച്ചും ദിലീപുമായി ബന്ധപ്പെട്ടും വരുന്ന കഥകൾ, യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകളൊക്കെയും ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നിയമപരമായ അതിൻ്റെ സമഗ്രത കൂടിയാണ് ശ്രീ അഡ്വക്കേറ്റ് രാജകുമാർ നമ്മളോട് പറഞ്ഞത്. അതായത് ഇപ്പോൾ ദിലീപിൻ്റെ അറസ്റ്റ് വന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പണ്ട് തമിഴ്നാട്ടിൽ സുമൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു. സുമുഖനായിരുന്നു, സ്ത്രീകളുടെ ഒരു ആരാധന പാത്രമായിരുന്നു അദ്ദേഹം ഇതേ സമാനമായ ഒരു വീഡിയോയിൽ എടുക്കുകയും ഒരു റേപ്പ് സംഭവങ്ങൾ ഗുണ്ടകളെയൊക്കെ വെച്ചിട്ട് ഒരു സാധനം എടുക്കുകയും ചെയ്തു. അത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MG രാമേന്ദ്രനായിരുന്നു. MGR ഏത് സിനിമാക്കാരെന്ന് എന്ത് കാര്യം പറയാനും സഹായം ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ ടേപ്പുമായിട്ട് ചെന്ന് MGRന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം എല്ലാ സിനിമാ ബന്ധങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, എല്ലാ പഴുതുകളും അടച്ച് അവനെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു. 7 വർഷം ശിക്ഷയും ഒരുപാട് 3ാം മുറയ്ക്ക് വിധേയരാവുകയും ചെയ്തു അയാൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത് ശരിക്കും MGRന്റെ ആ പാട്ടുണ്ട്, ഞാൻ ആണയിട്ടാൽ എന്ന പടത്തിൽ ആ പാട്ട്, അതിനകത്തൊരു വരിയുണ്ട്, ഒരു തവറ് ചെയ്താൽ അത് തെരിഞ്ഞ് ചെയ്താൽ ദേവം വന്നാലും വിടമാട്ടെ, ഒരു തെറ്റ് നീ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അത് ദേവേന്ദ്രനാണെങ്കിലും വിടത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കണ്ണീരോടെ പറഞ്ഞു, നമ്മുടെ സഹോദരിമാർ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് നീതി നടപ്പാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വെറുതെ വിടണമായിരുന്നെങ്കിൽ ഏതെങ്കിലും അഴിമതിക്കാരായ കാശ് വാങ്ങിക്കുന്ന കൈക്കൂലിക്കാരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ പോരെ?
ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മാത്രം ഒരു മൂന്നാം മുറയും പ്രയോഗിക്കാതെ ഈ വിജയം നേടിയിരിക്കുകയാണ്. അതിനകത്ത് ആദ്യമായി ഒരു ബിഗ് സല്യൂട്ട് പോലീസിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും, ഒപ്പം ഈ ഭരണപക്ഷി സഹോദരിമാരുടെ കൂടെ നിന്ന് ഒപ്പം പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന നമ്മുടെ ശോഭാ സുരേന്ദ്രനായാലും ഷാനിമോൾ ഉസ്മാനായാലും ബിന്ദു കൃഷ്ണനായാലും എല്ലാവരും ഒരുപാട് അതിനുവേണ്ടി നിന്ദിക്കുകയും ബാധിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ സഹോദരിമാരോടൊപ്പം. അത്ര ക്രൂരമായ നിന്ദ്യമായ ഒരു നടപടിയാണ് അയാളുടെ നിന്നുണ്ടായത്, ആ നടനിൽ നിന്നുണ്ടായത്. അത് മാത്രമല്ല, മലയാള സിനിമയിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിനെ അയാൾ കള്ളക്കഥകളും കണ്ണീരും കള്ളസത്യങ്ങളും ചെയ്ത് സ്വാധീനിച്ചു, അവരെ വിശ്വസിപ്പിച്ചു. അത് ഭയങ്കര, അതായത് കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളെ പോലും പറ്റിച്ചു, കൊട്ടേഷൻ ഏറ്റെടുത്ത ആളെ പോലും പറ്റിച്ചു അയാൾ. അപ്പോൾ അതിവിദഗ്ധമായിട്ട് ഈ 10 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, ഒരു വിധത്തിലും വീഴാത്ത ആൾ അവസാനം തല കുത്തി താഴെ വീണു. അവരുടെ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണീരോടെ വിതുമ്പിയ ആള് ഇന്നലെ പൊട്ടിക്കരയുകയായിരുന്നെന്ന് പറയുന്നു. ഇന്ന് രാവിലെ പറയുന്നു, ജനങ്ങളെ കണ്ടപ്പോൾ പറയുന്നു എനിക്ക് പേടിയില്ല എന്ന്. അതാണ് ദിലീപ്. ആളെ കാണുമ്പോൾ സംഗതി എല്ലാം മാറും. അതാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ള അതേ ഉള്ളൂ. അതുകൊണ്ട് കടുത്ത ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്ര കേട്ടറിവിനേക്കാളും അതിക്രൂരമായിരുന്നു ആ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹം. നിങ്ങൾ ആരും ചങ്ക് തകർന്നു പോകും കേട്ടാൽ. ശരിക്കുമുള്ള സത്യം നമ്മൾ കുറച്ചല്ലേ കേൾക്കുന്നുള്ളൂ അതിനകത്ത്. തീർച്ചയായും ചങ്ക് തകർന്നു പോകും നിർബന്ധമായും. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതിലൊക്കെ കേന്ദ്ര കഥാപാത്രമായി നാം ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇന്ന് നമ്മുടെ ചർച്ചയിലുണ്ട്, ശ്രീ പല്ലിശ്ശേരി എന്ന മാധ്യമപ്രവർത്തകന്റെ ക്രാന്തദർശിത്വം ഈ ഘട്ടത്തിൽ അനുസ്മരിക്കാതെ അല്ലെങ്കിൽ ഓർക്കാതെ ചർച്ച ചെയ്യാതെ വയ്യ. പല്ലിശ്ശേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് പല്ലിശ്ശേരി തുടരുക. ഇപ്പോൾ നമുക്ക് ബൈജു കൊട്ടാരക്കരയിലേക്ക് ഒന്ന് പോകാം. ശ്രീ ബൈജു കൊട്ടാരക്കര, കുറച്ചു കാലം കുറെ പേരെ പറ്റിക്കാനാകും, അല്ലെങ്കിൽ കുറെ ഏറെക്കാലം ഇത്തിരി വലിയ ആൾക്കാരെ പറ്റിക്കാനാകും. പക്ഷെ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാനാകില്ല എന്നാണ് പ്രമാണം. ഇത് നിങ്ങളുടെ പഴയ സഹപ്രവർത്തകൻ, അല്ലെങ്കിൽ ഇപ്പോഴും സഹപ്രവർത്തകൻ എന്ന് സാങ്കേതികമായി പറയാം, ദിലീപ് കൊട്ടേഷൻ നൽകിയവരെ വരെ പറ്റിച്ചു. വലിയ പുള്ളിയാണ് കക്ഷി. തീർച്ചയായിട്ടും അജിംഷാദെ, എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ശ്രീ ആലപ്പി അഷ്റഫ് പറഞ്ഞ ഒരു കാര്യം അതേപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കേസ് ചില സമയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഇത് മാറിപ്പോകും, അല്ലെങ്കിൽ തെന്നിപ്പോകും, തെളിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഈ കേസ് തെളിയിച്ച കേരള സർക്കാരിനും കേരള പോലീസിനും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത് എൻ്റെ മാത്രമല്ല, മാക്ട ഫെഡറേഷൻ്റെ മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഒരു ബിഗ് സല്യൂട്ടാണ് ഞാൻ എൻ്റെ വകയായി കൈരളി വഴിയായി ഗവൺമെൻറ് നൽകുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ അജിംഷാദെ, ഈ ദിലീപിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ദിലീപ് ഇപ്പൊ കിടക്കുന്ന സെല്ല് ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? 15-16 വർഷങ്ങൾക്ക് ശ്രീ ആലപ്പി അഷ്റഫിന് വളരെ വ്യക്തമായി അറിയാം. 10-16 വർഷങ്ങൾക്ക് മുൻപ് ദിനേശ് പണിക്കർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിനെ കള്ളക്കേസിൽ കുടുക്കി, ഒരു ചെക്ക് കേസിൽ കുടുക്കി, ചോറ് കൊടുത്ത കൈക്ക് കടിച്ച് ഒരു കള്ളക്കേസ് കൊടുത്ത് അതിന്റെ സമൻസ് പോലും കൈപ്പറ്റിക്കാതെ അദ്ദേഹത്തെ ഒരു വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് അതേ സെല്ല്, അതേ സമയം. ഇതാണ് പറയുന്നത് നിയോഗം അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത്. ഇത് ദിലീപിന്റെ യോഗം തന്നെയാണ്. അയാൾ അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഒരാള് കുറെ ആളുകളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറെ നാള് പറ്റിക്കാം. ചിരിയും കളിയും തമാശയും വെളുപ്പും ഒക്കെ വേറെ. പക്ഷെ ഇത് കുറെ കാലങ്ങളായിട്ട് ഈ പറ്റീര് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്തത്. ഇത് പറഞ്ഞാൽ തീരുമോ? അല്ല, ഇതിന് എന്ത് വില കൊടുക്കും? ഇതിന് കൂട്ടുനിന്ന താരങ്ങളുണ്ടല്ലോ, ഇവരുടെയൊക്കെ മനസ്സെവിടെയാണ്? എനിക്ക് തോന്നുന്നു അവരിൽ ചിലരെ പോലും ഇയാൾ പറഞ്ഞൊരു ആ മാഫിയ ഗ്രൂപ്പിന്റെ കയ്യിൽ കൊണ്ട് അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് എനിക്ക് വന്ന ഒരു ഫോൺ സഹിതം കലാഭവൻ മണി എന്ന അത്രയ്ക്കും നല്ല ഒരു കലാകാരന്റെ മരണം ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും എന്നെനിക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നുന്നു. കാരണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇന്ന് ഒരു ലേഡി എന്നെ കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത് കേട്ടപ്പോ ഞാനത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കൊടുക്കും. കാരണം ഇതെല്ലാം ഒന്നിനൊന്നിന് കോർത്തിണക്കി കിടക്കുന്ന ഒരു സംഭവമാണോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം മലയാള സിനിമയില് ഇത്രയും നാള് കാണാത്ത മാഫിയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, സിനിമയിലെ ഏതെങ്കിലും ഒരു വ്യക്തിത്വം ചോദ്യം ചെയ്താൽ അവരെ പിന്നെ സിനിമയിലേ കാണില്ല. സിനിമയിലെ നിന്ന് മാറ്റി നിർത്തുക, അവരെ വിലക്കുക, അവരെ ഊര് വിലക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇതിന് ഈ പോയ മാഫിയ തലവനുണ്ടല്ലോ, ജയിലിൽ പോയ മാഫിയ തലവൻ,
തലവൻ. ആ മാഫിയ തലവനും കൂടെ കുറെ ഇരിക്കുന്ന കുറച്ച് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കൂടെയുള്ള കുറെ മാഫിയ ആളുകളുമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ കൊള്ളസങ്കേതം രൂപപ്പെടുത്തിയിരിക്കുകയായിരുന്നു മലയാള സിനിമയിൽ. എന്തായാലും ആ കൊള്ളസങ്കേത തലവൻ പോയല്ലോ, ഇനി ബാക്കി താഴേക്കുള്ളതേ ഉള്ളൂ. അരിഞ്ഞിടാവുന്ന കേസുകെട്ടുകളേ ഉള്ളൂ. കേരള പോലീസും ഗവൺമെന്റും ശരിക്കും ആഞ്ഞു പിടിച്ചാൽ അത് മൊത്തം ക്ലീൻ ആക്കാൻ പറ്റും മലയാള സിനിമ. അതിന്റെ ഒരു പോക്ക്, അതിന്റെ ആ ഒരു വഴിയുണ്ടല്ലോ, ഒരു നല്ല വഴി മലയാള സിനിമയ്ക്ക് വെട്ടിത്തെളിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ശാപം കിട്ടിയ ഒരു സംഘടനയായിരുന്നല്ലോ ഫെഫ്ക എന്ന സംഘടന. ദിലീപ് അല്ലേ സ്പോൺസർ ചെയ്തത്? വേറെ ആരെങ്കിലുമാണോ സ്പോൺസർ ചെയ്തത്? അത് ആർക്ക് വേണ്ടിയാണ് സ്പോൺസർ ചെയ്തത്? ഇവിടുത്തെ കുറെ ദിലീപിന്റെ ആജ്ഞാനുവർത്തികളായി നിന്ന കുറെ സംവിധായകർക്കും ചില ചരിത്രകാരന്മാർക്കും വേണ്ടി അയാൾ പാതിരാത്രിക്ക് രായ്ക്ക് രാമായണം ഉണ്ടാക്കിയ ഒരു സംഘടനയല്ലേ ഫെഫ്ക? അതിൽ ഈ കൂട്ടത്തിലുള്ള എത്ര ക്രിമിനലുകൾ അതിനാ സംഘടനയ്ക്കകത്തുണ്ട്? ഈ അപ്പുണ്ണി എന്ന് വിളിക്കുന്ന സുനിൽ രാജ്, കൈരളി ടിവിയുടെ ആണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം അത് പ്രതികരിച്ചത്. അയാളുടെ ഒറിജിനൽ പേര് സുനിൽ രാജ് എന്നല്ലേ? പിന്നെ അയാളുടെ മെമ്പർഷിപ്പ് നമ്പർ 159 ഡ്രൈവേഴ്സ് യൂണിയൻ ഫെഫ്കയിലെ മെമ്പറാണ് അയാൾ. അതേപോലെ പൾസർ സുനി, എത്ര പേര്, മാർട്ടിൻ. അപ്പൊ ഇതൊന്നും ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. ഈ കള്ളന്മാരുടെയും കൊലപാതകളുടെയും സംഘടനയാണ് ഈ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്രയോ പേര് ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് മാത്രം ഇവർ ധരിച്ചതാണ് മണ്ടത്തരമായി പോയത്. ഇവർ ധരിക്കും ആരും ചോദിക്കില്ല പറയില്ല എന്നുള്ളത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ നേർക്കുള്ള വിരലുകൾ കൂടുതൽ ചൂണ്ടത്തേ ഉള്ളൂ ഓരോ മനുഷ്യരും കേരളത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ മലയാള സിനിമയിലെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ ആളുകൾക്ക് നാളെ എങ്ങനെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റും? ഇവരുടെ മുഖത്ത് ഫേസ് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ? ഇവരുടെ മുഖം വികൃതമായില്ലേ? ഇന്നസെന്റ് എന്താ കുരങ്ങ് കളിക്കുകയാണോ? കുറച്ച് ദിവസമായിട്ട് എന്തെല്ലാം പറഞ്ഞു ഇന്നസെന്റ്. മെനങ്ങാന്ന് പറഞ്ഞത് എന്താ? ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചു, എടാ നീ ചെയ്തിട്ടുണ്ടോ? ഇല്ല ചേട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നസെന്റ് സമാധാനമായി. പക്ഷേ കേസ് എന്ന് വന്ന് അറസ്റ്റായി ജയിലിൽ പോയപ്പോഴോ ഇന്നസെന്റ് എന്ത് മറുപടി പറയുന്നു? ഇന്നസെന്റ് ഏട്ടാ മറുപടി ഇല്ല. താങ്കൾ ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇന്നസെന്റ് ഏട്ടാ, ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ബൈജു കൊട്ടാരക്കര, അതായത് ഇന്നസെന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അദ്ദേഹം ഞെട്ടിപ്പോയെന്നും ഈ വിവരങ്ങളെയൊക്കെ സംബന്ധിച്ച്. അതായത് ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് നിങ്ങൾ ഏറെക്കാലമായി ഒരു ഫൈറ്റ് ചെയ്തിരുന്ന റിബൽ വിഭാഗമാണ്. ഒരു പക്ഷേ ആ കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു കാരണം ഒരു പക്ഷേ അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ പറയുന്നതാണ് ശരിയെന്ന് ദിലീപിനെ കൈവിലങ്ങണിച്ചതോടുകൂടി തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതൊന്ന് ക്ലിയർ ചെയ്താൽ ഒരുപക്ഷെ ആ വിഷയത്തിൽ സംശയമുള്ള പ്രേക്ഷകർക്ക് ക്ലാരിറ്റി ഉണ്ടാകും. തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് കിട്ടിയ വിവരം തന്നെ ഞാൻ ചാനലിനോട് പങ്കുവെക്കാം. അതായത് മൂന്നാറിൽ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്തും മൂന്നാറിലുള്ള 2 പ്ലോട്ടുകളുടെ കാര്യമാണ് ഒരു ലേഡി ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞത്. ആ 2 പ്ലോട്ടുകൾ എന്ന് പറയുന്നത് 2 റിസോർട്ടുകളാണ്. ഈ റിസോർട്ടുകളുടെ ആധാരം ആരുടെ കയ്യിലാണെന്ന് പോലും അറിയില്ല. ഈ കലാഭവൻ മണി ഇവരുടെ ഒരു പങ്ക് കച്ചവടക്കാരനായിരുന്നു. ആർക്കും അറിയാൻ മേലാത്തൊരു വസ്തുതയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ഇവരുടെ ഈ മാഫിയ ഗ്രൂപ്പിന് പലർക്കും അറിയാം. ആ കലാഭവൻ മണിയെ പോലും കരുവാക്കാൻ വേണ്ടി നാദർഷ ഇട്ട പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മണിച്ചേട്ടാ, പിന്നെ പ്രിയപ്പെട്ട മണി, എൻ്റെ വിരലുകൾ ഈ മൊബൈലിൽ പതിഞ്ഞപ്പോൾ മണിയുടെ മൊബൈലിലേക്കാണ് കോള് പോയത്. ഞാൻ ആകെപ്പാടെ വിഷമിച്ചു പോയി. ഇതിനുള്ള മറുപടിയൊക്കെ തീർച്ചയായിട്ടും മണിയുടെ ആരാധകര് അല്ലെങ്കിൽ മണിയുടെ കൂടെയുള്ള ആളുകൾ ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൂടെ ഈ കലാഭവന്റെ മരണം കൂടെ പോലീസുകാർ കേരള പോലീസ് ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് ചെയ്യണം. അങ്ങനെയുള്ള ഒരു മണിയെ ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കളിലേക്ക് എത്താം. ശ്രീ സൂസൻ കൊടി, അതായത് ഇത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട മാഫിയാവൽക്കരണം വലുതായിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അത്തരം മാഫിയാവൽക്കരണം ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം നടിയെ ആക്രമിക്കുന്നതിലേക്ക്, ഒരു കൂട്ടം പേരെ ഒറ്റപ്പെടുത്തുന്നതിലേക്ക്, സംഘടന പിളർത്തുന്നതിലേക്ക്, ഇങ്ങനെ പണത്തിൻ്റെ ഒരു തരത്തിലുള്ള തേരോട്ടമാണ് ഈ വിധത്തിലൊക്കെ നടത്തിയിരുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇന്ന് സർക്കാർ എടുത്ത നിലപാട്, പോലീസ് എടുത്ത നിലപാട് കൃത്യമായി അന്വേഷണത്തെ നിഷ്പക്ഷമായി പുരോഗമിപ്പിക്കുന്നതാണ്. ഏത് വമ്പൻ സ്രാവുകളായാലും കുടുങ്ങുമെന്ന വലിയ സന്ദേശം അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ മേഖലയെ കേന്ദ്രീകരിക്കുന്ന ഈ മാഫിയാവൽക്കരണത്തെ ആകെ, നമ്മുടെ കലാ സാംസ്കാരിക മേഖലയെ ഒക്കെ കീഴ്പ്പെടുത്തുന്ന ഇത്തരം മാഫിയ പ്രവർത്തനത്തെ ഒക്കെ കീഴ്പ്പെടുത്തേണ്ടതില്ലേ? എന്നാൽ മാത്രമല്ലേ അത് സ്ത്രീപക്ഷം കൂടിയാകൂ. ശരിയാണ് പറഞ്ഞത്.
സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയെന്ന് പറയുന്നത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന, ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖലയെന്ന് പറയുന്നത്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ ഒരു കൂട്ടമാണ് സിനിമാ മേഖല എന്നുള്ളത് ഈ വാർത്തകൾ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും വിഷയങ്ങൾ പുറത്തു വരുന്നത് ഫെബ്രുവരി മാസം 17-ാം തീയതി നടിക്കുണ്ടായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ചുരുളുകളെല്ലാം അഴിയുന്നതെന്നുള്ള കാര്യമാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ളത്. അതിനു മുമ്പ് സിനിമാ മേഖലയെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. പല സംഘടനകൾ പിളർത്തിയിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചില വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രൂരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടെന്നുള്ളത് അറിയേയില്ലായിരുന്നു. ഇതിപ്പോൾ എന്തെല്ലാം വാർത്തകളാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷം കഴിയുന്തോറും പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. തൻ്റെ കൂടെ സഹപ്രവർത്തകയായിട്ട് നിൽക്കുന്ന ഒരു നടിക്ക് നേരെ ഇത്രയും ക്രൂരമായ ഒരു മനോഭാവം ഉണ്ടാക്കാൻ, ഒരു നിലപാട് സ്വീകരിക്കാൻ എങ്ങനെയാണ് ഒരു നടന് കഴിയുക എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര നാളുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ആലോചനകളാണ്. അപ്പം അതിൻ്റെ എല്ലാം വിവരങ്ങൾ പുറത്ത് 2013 മുതൽ തുടങ്ങിയതാണെന്ന് പറയുന്നു. നോക്കുക എത്ര ഭീകരമാണ്. ആ നടിയുടെ പിന്നാലെ പോയി ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അവസാനം കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ സംഭവത്തിന് ശേഷം സിനിമാ നടന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ടി വിയിലൂടെ കാണാൻ കഴിയുന്നത് എത്ര വിഷമത്തോടുകൂടി ഈ സംഭവത്തെക്കുറിച്ച് പറയുന്ന ദിലീപിൻ്റെ മുഖമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. എത്ര ഭംഗിയായിട്ട് ഈ ഒരു കൃത്യം നടത്തിയതിന് ശേഷവും അതിന് നേതൃത്വം കൊടുത്തതിന് ശേഷവും യഥാർത്ഥത്തിൽ എത്ര ഭംഗിയായിട്ടാണ് അഭിനയിച്ച് ജനങ്ങളുടെ മേൽ ഫലിപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ആ പെൺകുട്ടിയോടൊപ്പം നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി തന്നെ വനിതാ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുമ്പോഴും സാന്ദർഭികമായിട്ട് ചില വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എത്ര വമ്പൻ സ്രാവായാലും എത്ര വമ്പൻ മത്സ്യമായാലും ഇന്നത്തെ സന്ദർഭത്തിൽ ആ മത്സ്യത്തെയെല്ലാം മലവീശി പിടിക്കാനുള്ള ഒരു കരുത്ത് കേരളത്തിലെ പോലീസിലുണ്ടെന്ന് അദ്ദേഹം അന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഈ സംഭവം, ഇതിൻ്റെ എല്ലാം ചുരുളുകൾ നിവർന്നു വരുമ്പോൾ എത്ര ഭീകരമാണ് ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ സിനിമാ മേഖല ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുന്നൊരു മേഖലയാണ്. പക്ഷേ അത്തരം ഒരു മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. എത്രമാത്രം വേദനയാണ് പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ളത്, എത്രമാത്രം പ്രശ്നങ്ങൾ ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ, സിനിമയിൽ പോലും ചില ഭീകരരംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടലോടെ കാണുകയാണ്. ഇത് യാഥാർത്ഥ്യമാക്കുന്നൊരവസ്ഥയിലേക്ക് അതിനൊരു കൊട്ടേഷൻ സംഘത്തെ വിനിയോഗിക്കുക, ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവരുടെയൊക്കെ ധാർമ്മികത എന്താ? ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം എന്താ? ഇവരെയൊക്കെ എങ്ങനെ ഇങ്ങനെ ആയി? അപ്പോൾ ഈ പണം കുറേ അധികമായി കഴിഞ്ഞാൽ, പണത്തിൻ്റെ ഹുങ്ക് വന്നാൽ എന്തും ആരോടും എങ്ങനെയും നടത്താമെന്നുള്ള സമീപനത്തിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിന് കാണാൻ കഴിയുന്നത്. ഇതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞങ്ങളതിന് അങ്ങേയറ്റം ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അന്നേരം ഞങ്ങളുടെ സംഘടന അതിനാവശ്യമായുള്ള പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സിനിമാ മേഖലയിലുള്ള കുറേയധികം സ്ത്രീകൾ, വിമൻസ് കളക്റ്റീവ് ഇൻ സിനിമ, അവരൊക്കെ എത്ര നന്നായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു, എത്ര നല്ല നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം സിനിമാ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ചിലരുടെ ആധിപത്യ ശബ്ദം മുഴക്കാൻ പോലും അവർ തയ്യാറായി എന്ന് പറയുന്നത് അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കേസുമായി ശ്രീ പല്ലിശ്ശേരി, താങ്കൾക്കാണ് ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൂടുതൽ പറയാനാവുക. അതുവരെയുള്ള താങ്കളുടെ എഴുത്തുകൾ, അഭ്രപാളി ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് താങ്കൾ എഴുതിയ പല കാര്യങ്ങളും വായിക്കുകയുണ്ടായി. ഒരുപക്ഷെ അതൊക്കെ തുന്നൽ പിടിപ്പിച്ച കഥകളാണെന്നൊക്കെയാണ് ഒരു പക്ഷം പ്രചരിപ്പിച്ചിരുന്നത്. ഈ സാക്ഷാൽ ദിലീപ് തന്നെ താങ്കൾക്കെതിരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞൊരു അഭിമുഖത്തിൽ താങ്കൾക്കെതിരെ ശത്രുത പുറപ്പെടുവിച്ചതാണ്. ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദിലീപ് എന്ന നടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? ദിലീപിനെ ഞാൻ ആദ്യം കാണുന്നത് മദ്രാസിൽ വെച്ചിട്ടാണ്. ഒരു മെലിഞ്ഞ പയ്യൻ, അന്ന് മിമിക്രിയൊക്കെ ആയി നടക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. ഞാനന്ന് മദ്രാസിലെ റിപ്പോർട്ടറായിട്ട് പോയിട്ടുള്ളതാണ് ശരിക്കും. അന്ന് പരിചയപ്പെട്ടു. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കൊക്കെ പാര വെക്കുക. അന്നേ ഈ മനുഷ്യൻ പാര വെപ്പ് തുടങ്ങിയിരുന്നു ആലോചിക്കണം. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോടൊരു സ്നേഹം തോന്നിയിരുന്നു.
അപ്പം അത് മറ്റുള്ളവർ പെരുമാറാൻ വളരെ മിടുക്കനാണ്. അത് ഉള്ളിൽ എന്തെങ്കിലും വെച്ച് പുറമേക്ക് കാണിക്കാതെ തന്നെ അതിമനോഹരമായി, അതായത് പൊതിഞ്ഞു വെച്ചുകൊണ്ട് വളരെ മനോഹരമായി പെരുമാറാൻ ദിലീപിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ ദിലീപും ഞാനുമായി ഈ വരുമ്പോൾ തന്നെ മാക്സിമം ആവശ്യത്തിലേറെ പബ്ലിസിറ്റി ആ ചെറുപ്പക്കാരന് നൽകാറുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങുന്നത് 4 വർഷം മുമ്പാണ്. 4 വർഷം മുമ്പ് ഞാൻ ഇയാളുടെ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തെങ്കിലും 4 വർഷം മുൻപ്, അതായത് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള മാനസിക സംഘർഷം തുടങ്ങി വച്ചിരിക്കുന്ന സമയത്ത് മഞ്ജുവിനെ സംബന്ധിച്ച് ദൈവതുല്യമായി സ്നേഹനിധിയായിട്ടാണ് ദിലീപിനെ കണ്ടിരുന്നത്. പക്ഷെ ദിലീപിന്റെ ആ സമയത്ത് പോലും ദിലീപിന്റെ മനസ്സിൽ എങ്ങനെയൊക്കെയാണോ ഈ പെൺകുട്ടിയെ, ഈ സഹോദരിയെ, മഞ്ജു വാര്യരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കളികളാണ് ദിലീപ് കളിച്ചിരുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണം ഞാൻ ഇവിടെ 20 ലക്കത്തോളമാണ് ഈ സംഭവം 4 വർഷമായിട്ട് വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ 6:30 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ ഞാൻ എഴുതിയ കാര്യങ്ങൾ 99% സത്യമായിരുന്നു എന്നുള്ളതാണത്. അത് എങ്ങനെയെന്നുള്ളതല്ല എനിക്ക് കിട്ടുന്ന അറിവുകളാണ്. അപ്പൊ ഈ 4 വർഷം മുമ്പാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം രൂക്ഷമാവാൻ കാരണം. അത് വ്യക്തിപരമല്ല. അതായത് മഞ്ജു വാര്യരും ഈ ദിലീപും തെറ്റാനുള്ള സാഹചര്യം മുതലെടുത്തുകൊണ്ട് അത് വിവാഹമോചന കേസ് വരുമ്പോൾ മഞ്ജു വാര്യർക്ക് എതിരെ തെളിവുകൾ നിരത്താൻ വേണ്ടി വളരെ ബുദ്ധിപരമായി, അതായത് പുറകിൽ നിന്ന് കളിച്ചുകൊണ്ട് ദിലീപിൻ്റെയും എൻ്റെയും ഒരു സുഹൃത്ത് മുഖേന ഒരു വലിയ കളിയാണ് ആ മനുഷ്യൻ കളിച്ചത്. അതായത് ഞാനും ആ സുഹൃത്തും പെരിന്തൽമണ്ണയിലേക്ക് അവാർഡ് വാങ്ങാൻ പോകുന്ന ഞാൻ പത്രപ്രവർത്തനമുള്ള അവാർഡ് വാങ്ങാൻ പോകുന്ന അവസരത്തിലാണ് അന്ന് ആ മനുഷ്യൻ, ആ സംവിധായകൻ ദിലീപിൻ്റെ ഒരു പടം ചെയ്യാനുള്ള സന്ദർഭത്തിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ മഞ്ജു വാര്യർ വളരെ മോശമായിട്ടാണ് ദിലീപിനോട് പെരുമാറുന്നത്. ആ സ്ത്രീക്ക് പ്രസവം ഇഷ്ടമായിരുന്നില്ല, പ്രസവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പ്രസവം നടന്നത്. പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ ശ്രദ്ധിക്കാറില്ല. കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർന്ന് നിർത്തുന്നത് ദിലീപാണ്. അത്രയും മോശമായിട്ടാണ് ആ സ്ത്രീ പെരുമാറിയിരുന്നത്. മാത്രമല്ല, രണ്ടാമത് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ പ്രസവിക്കാൻ തയ്യാറായിരുന്നില്ല. അതേസമയം രണ്ടാമത് ഗർഭിണിയായപ്പോൾ ദിലീപിനോട് ചോദിക്കാതെ ആ സ്ത്രീ അത് കളഞ്ഞു എന്നാണ് പറഞ്ഞില്ല. ഇങ്ങനെ മോശമായ കുറെ കാര്യങ്ങൾ പറയുകയും ഒരു അച്ഛൻ്റെ ദുഃഖം, ഒരു ഭർത്താവിൻ്റെ ദുഃഖം വളരെ വിശദമായി മറ്റൊരു സംവിധായകൻ കൂടി വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ആ സംവിധായകൻ മുമ്പും എനിക്ക് കൃത്യമായ വാർത്തകൾ തന്നിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല, തെറ്റിദ്ധരിക്കേണ്ട കാര്യമായിരുന്നില്ല. ഞാനത് വളരെ വിശദമായി തന്നെ ഒരു 4 പേജോളം വരുന്ന ഇത് എൻ്റെ പങ്ക്തിയിൽ അപരലോകം എന്ന പങ്ക്തിയിൽ വളരെ വിശാലമായി ഞാനത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാഗത്തു നിന്ന് അത്രയും ക്രൂരമായ രീതിയിൽ ഞാനൊരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിലും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും എഴുതാൻ പാടില്ലാത്തായിരുന്നു എന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. ഞാൻ എഴുതിയിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോയി. അപ്പോൾ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, എന്തായാലും താങ്കളിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഇങ്ങനെ പലരും, എനിക്ക് വേണ്ടപ്പെട്ട പലരും ഇങ്ങനെ ചോദ്യങ്ങളുമായി വന്നപ്പോഴാണ് ഞാൻ ഒരു റീതിങ്ക് ചെയ്തത്. ഇതിലെവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നു, എവിടെയോ ഒരു കളി നടന്നിരിക്കുന്നു മനസ്സിലായി. അപ്പം ഞാൻ തന്നെ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വരുത്തി കൊത്തിക്കുക എന്നുള്ള പഴയ സിദ്ധാന്തപ്രകാരം ഞാൻ ദിലീപിനെതിരെ ഒരു മാറ്റർ എഴുതി. ദിലീപിനെ മാറ്റർ എഴുതിയപ്പോൾ തന്നെ, വളരെ വിശദമായി എഴുതിയപ്പോൾ തന്നെ ദിലീപ് പ്രകോപിച്ചു. ദിലീപ് ഞാനുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ വന്ന് എന്നെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന രീതിയിൽ ഈ സംവിധായകനെ കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ എന്നെ വ്യക്തമായി അറിയാവുന്ന ഞങ്ങളുടെ മാനേജ്മെന്റ് വളരെ വിശാലമായി തന്നെ എന്നോട് അപ്പം തന്നെ ഈ കാര്യം വിളിച്ചു പറയുകയും ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി, ഇതാണ് എനിക്ക് പറ്റിയ സുവർണാവസരം. ഞാൻ ഈ ലേഖനം എഴുതാനുണ്ടായ സത്യസന്ധമായ സാഹചര്യം പേര് സഹിതം ഞാൻ എഴുതുകയുണ്ടായി. അത് എഴുതിയപ്പോഴാണ് ഈ സിനിമാ ലോകത്തെ വായനക്കാരും ഈ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരാധകവൃന്ദവും അവിടെ നിന്നാണ് ശരിക്കും സംഘർഷമായി തുടങ്ങിയത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്, ഞാൻ കണ്ടത് ഈ മഞ്ജു വാര്യർ ഒരു അടിമയെപ്പോലെയാണ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ താമസിച്ചിരുന്ന് ആലോചിക്കണം. യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല.
എൻ്റെ ഒരു സുഹൃത്തായ മറ്റൊരു പത്രപ്രവർത്തകൻ ഓണത്തിന് ഇവരുടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ, ഇന്റർവ്യൂ എടുക്കാൻ ചെന്നപ്പോൾ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പകരം പുറത്ത് വെച്ച് 2 ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് സമ്മതിച്ചില്ല. അതൊന്നും വേണ്ട, അകത്ത് തന്നെ എടുത്താൽ മതി. പക്ഷെ നിർബന്ധിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാമെന്നപ്പോഴാണ് സമീപവാസിയുള്ള സ്ത്രീകളെല്ലാവരും അത്ഭുതകരമായി ഈ മഞ്ജുവിനെ കാണുന്ന ആഗ്രഹത്തോട് എത്തി നോക്കിയത്. അതായത് പുറം ലോകം കാണാൻ പോലും മഞ്ജുവിനെ ദിലീപ് അനുവദിച്ചിരുന്നില്ല. വെറും ഒരു അടിമ, ഒരു വേലക്കാരി, ആ രീതിയിൽ അന്ന് ആ പ്രിയപ്പെട്ട നടി, പ്രിയപ്പെട്ട സഹോദരി ആ വീട്ടിൽ താമസിച്ചിരുന്ന് സഹിച്ചിരുന്ന് ആലോചിക്കണം. തീർച്ചയായും അതൊക്കെ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മളൊന്നും അങ്ങനെ അംഗീകരിച്ചിരുന്നില്ല എങ്കിൽ പോലും അതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കൊച്ചിയിൽ നടന്ന താരക്കൂട്ടായ്മയുടെ പ്രതിഷേധ സംഘത്തിലാണ് ആദ്യമായി മഞ്ജു വാര്യർ ഇത്തരത്തിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടത്. ആ പ്രസംഗത്തിൽ തന്നെ മഞ്ജു വാര്യർ പറയുന്നുണ്ട്, ഒരു പുരുഷന്മാരോട് സ്ത്രീകൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും വീടിനുള്ളിലും പുറത്തും സ്ത്രീകൾക്ക് നൽകണമെന്ന്. ഈ പല്ലിശ്ശേരി പറയുന്നതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുഖം വെച്ച കഥകളല്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ അത് വിലയിരുത്തേണ്ടി വരും. ശ്രീ പല്ലിശ്ശേരി എത്താം. ശ്രീ ജെയിംസ് വടക്കുംചേരി, അതായത് ദിലീപ് എന്ന ഒരു താരത്തെക്കുറിച്ച് നാം വളരെ നിഷ്കളങ്കനായി നെക്സ്റ്റ് ഡോർ പയ്യൻ എന്നൊക്കെ വിചാരിച്ച് സിനിമയിൽ താരമായിരുന്ന ഒരു പയ്യനെക്കുറിച്ച്, ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് വരുന്ന കഥകൾ എല്ലാ കോണുകളിൽ നിന്നും നെഗറ്റീവാണ്. ഇപ്പോൾ പോലീസ് പിടിക്കുന്നു, കൈവിലങ്ങണിയിക്കുന്നു. ഈ രീതിയിലേക്ക് പോകുമ്പോൾ 2013 ആസൂത്രണം ചെയ്ത ഗൂഢാലോചന, അമ്മയുടെ ഷോയുടെ റിഹേഴ്സലിൽ ഇത് നടത്തുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിയുന്നു. ജോർജേട്ടൻസ് പൂരം എന്ന ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് പൾസർ സിനിമ വീണ്ടും ആ കൊട്ടേഷൻ്റെ കാര്യം ദിലീപ് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ എന്നിട്ട് നേരത്തെ ശ്രീ അജകുമാർ പറഞ്ഞതുപോലെ തെളിവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ജാഗ്രത, അത്തരത്തിലുള്ള കാൽക്കുലേഷൻ, ഇതൊക്കെ ദിലീപ് നടത്തുന്നു എന്ന് പറയുന്നത്. അതായത് ദിലീപിന്റെ പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചാൽ ഇപ്പം ഇവരൊക്കെ പറഞ്ഞത് ഒക്കെ പല അനുഭവങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. അവൻ ചില്ലറക്കാരനല്ല, വേല വയ്ക്കാനും അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുവാനും അതിൽ നിന്ന് മുതലെടുക്കുവാനും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്താനും ഒക്കെ കഴിവുള്ള ഒരു അസാമാന്യ വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം ഈ എൻ്റെ ഒരു ഇവാലുവേഷൻ ദിലീപിൻ്റെ പേഴ്സണാലിറ്റിയെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ, ഇപ്പോൾ DGP പറഞ്ഞു ശക്തമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കണേന്ന്. അതായത് എല്ലാവരും പറയും ഇത് പ്രോബബിൾ കോസസ് എന്നാണ് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഈ ശക്തമായ കോസ്. പക്ഷേ ഒരു അറസ്റ്റ് നടന്നു എന്ന് പറയുമ്പോൾ അത് തുടക്കമായിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജനം അങ്ങോട്ട് വികാരം കൊണ്ടിട്ട് ഏതാണ്ട് അവസാന വിധി വന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. ഇത്ര വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അറസ്റ്റ് നടന്നു, ഇനിയാണ് ഇനി കസ്റ്റഡി, ഇപ്പം ജയിലിലായി റിമാൻഡ് ചെയ്തു, ഇനി കസ്റ്റഡിയിൽ വാങ്ങിക്കുക. അത് കഴിഞ്ഞ് തെളിവുകൾ ശേഖരിച്ച്, തെളിവുകൾ വിലയിരുത്തി, തെളിവുകൾ വിശകലനം ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടത്തി വിധി പ്രസ്താവിച്ച ശേഷം അതിൻ്റെ അപ്പീല്, അതിൻ്റെ മുകളിൽ അപ്പീല് ഒക്കെപ്പാടെ കൂടി കാലങ്ങൾ കുറേ വരാനുള്ളതിൻ്റെ ആരംഭമാണ് ഇപ്പം നടക്കുന്നത്. അപ്പം എനിക്ക് ഈ ദിലീപിൻ്റെ ആ വ്യക്തിത്വ അനാലിസിസിൽ നിന്ന് ഞാൻ നിഗമിക്കുന്ന കാര്യം, ഇപ്പം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പോലീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനായിട്ടുള്ളതായ എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവരുടെ ഫെസിലിറ്റി ഉണ്ട്, അവരുടെ പേഴ്സണലുണ്ട്, ഫണ്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ഫണ്ട് ഈ ദിലീപിനുമുണ്ട്. അതായത് ഒരു ഗവൺമെൻറ് തരത്തിലുള്ളതല്ലെങ്കിൽ പോലും അയാൾക്ക് ഈ കോടിയുടെ സ്വത്തോടനുണ്ട്. ഒരു കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലീസ് ഇൻവെസ്റ്റിഗേറ്റ്, ഈ അഡ്വക്കേറ്റ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേസ് കോടതിയിലായിക്കഴിഞ്ഞ ശേഷം, കുറ്റപത്രം കിട്ടിയ ശേഷം ആ
കുറ്റപത്രമൊക്കെ പാടുകൂടി പഠിക്കുകയാണ് ചെയ്യണം. മറ്റു രാജ്യങ്ങളിൽ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓർ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഈ പോലീസ് നടത്തും പോലെ തന്നെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഈ പ്രതിക്ക് അനുകൂലമായ തെളിവുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കും, പോലീസിന് എതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കും. ഇപ്പൊ 19 തെളിവുകൾ ഇപ്പൊ ദിലീപിനെതിരെ ഉണ്ടായെന്ന് പറയുന്നു. ആ 19 തെളിവ് റിമാൻഡിലൊക്കെ നമ്മൾ ഈ തെളിവുകൾ കിട്ടും. അങ്ങനെ കിട്ടുന്നതായ തെളിവുകൾക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളതായ തെളിവുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായ അവസരത്തിൽ തന്നെ ഇവരുടെ ഈ എക്സ്പെർട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം ശേഖരിക്കുകയും അതനുസരിച്ച് കോടതിയിലേക്ക് വരുന്ന അവസരത്തിൽ പോലീസ് കൊണ്ടുവന്നൊക്കെ വലിയ ഈ തെളിവുകളായിരിക്കും ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അവസരത്തിൽ പോലീസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളതായ കാര്യങ്ങൾ ശരിയല്ല പോകുന്നെങ്കിൽ അപ്പോഴപ്പോൾ തന്നെ ആ കാര്യങ്ങൾ അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിക്കുകയും അവരതിൻ്റെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായും ഈ ദിലീപിന്റെ കാര്യങ്ങൾ കൂടെ കിടന്നവരൊക്കെ, കൂടെ സഹകരിച്ചവരൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കൂടെ ജീവിച്ചവരൊക്കെ പറയുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ജെയിംസ് വടക്കുംചേരി നിരീക്ഷിച്ചത് ഒരുപക്ഷെ തെറ്റാകാൻ വഴിയില്ല. അങ്ങനെ ഉണ്ടോ? അതിൻ്റെ സാധ്യതകളുണ്ടോ? തീർച്ചയായും ശ്രീ ജെയിംസ് വടക്കുംചേരി, ഈ രീതിയിൽ ഒരു പാരലൽ ആയിട്ടുള്ള അന്വേഷണത്തിലൂടെ ദിലീപിനെ പോലെ ഇത്രയേറെ വലിയ മിടുക്കൻ, ഇവരൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ കൂട്ടി വായിക്കുമ്പോഴും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു മിടുക്കൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് താങ്കൾ, പ്രത്യേകിച്ച് ക്രിമിനോളജി പഠിച്ചിട്ടുള്ള ആളാണ്, ഈ മേഖലയിൽ നിരവധി പേരുടെ സൈക്കോളജി അനലൈസ് ചെയ്തിട്ടുള്ള ആളാണ്, ആ അർത്ഥത്തിൽ പറയുന്നത് അത് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് അഡ്വക്കേറ്റ് അജകുമാർ. ദിലീപ് അവിടെ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ദിലീപിൻ്റെ പ്രസംഗം കേട്ട് വടക്കുനാഥൻ എൻ്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിരപരാധിയാണെന്ന്. ദിലീപ് പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പരിശോധനയ്ക്ക് തയ്യാറാണ്, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവരാണെന്ന് പറയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പഠിച്ചസുനിയെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അന്ന് പറഞ്ഞു, കൺഫ്രണ്ടിങ് ഇൻട്രോഗേഷൻ നടത്തുകയാണെങ്കിൽ സത്യം കൊണ്ടുവരാൻ പറ്റുമോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നലെ അനിയനെ പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുറത്തെ ആളുകളോട് പറയുന്നത് നിങ്ങളൊന്നും പേടിക്കേണ്ട, ഞാനിപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇത് ഈ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് ഈ ഫോറൻസിക് സയൻസും ക്രിമിനോളജിയും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ലോയും ഈ അഡ്വക്കേറ്റ്സ് പറയുന്ന ലോ ഇന്ന് മാറിയിട്ട് ഇന്ന് മൾട്ടി ഡിസിപ്ലിനറി ആണ്. ആ ലോയിൽ തന്നെ ഒതുങ്ങിയുള്ളതായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ആദ്യകാലത്തൊക്കെ ട്രയലൊക്കെ നടത്തുമ്പോൾ ലോയിൽ തന്നെ ട്രയൽ നടത്തുന്നതായ ഈ ലോയിൽ മാത്രം ആശ്രയിച്ചെടുത്ത്. ഇപ്പം ലോയ്ക്ക് അപ്പുറമായിട്ട് ഞാൻ ചില കോടതികളിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ എക്സ്പേർട്സിൻ്റെയൊക്കെ പോലീസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസരത്തിൽ അവരുടെ ഇൻട്രോഗേഷൻ ഫോറൻസിക്സ് എങ്ങനെയാണ്, അവരുടെ ഇൻട്രോഗേഷൻ ടെക്നിക്സ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന മിടുക്കന്മാരായ വക്കീലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ശ്രീ അജകുമാർ മറുപടി കൊടുക്കൂ. അതായത് ഒരു ലോയറുടെ ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രശ്നത്തിന് ഇല്ലെങ്കിൽ കോടതിയിൽ വരുന്ന ഒരു ഇഷ്യൂവിന് 2 വാദമുഖങ്ങളെങ്കിലും ഉണ്ട് എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ ഈ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. അവിടെ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ അക്യൂസ്ഡിന് പെർമിഷൻ ഉണ്ട് ചില രാജ്യങ്ങളിൽ. നമ്മുടെ രാജ്യത്ത് ടോട്ടലി ഇല്ല. പക്ഷേ ഞങ്ങളുടെ തെളിവുകൾ ശേഖരിക്കാമല്ലോ. ഞങ്ങളുടെ കയ്യിൽ ആദ്യമേ എത്തുന്ന, എന്നെ പോലൊരു അഭിഭാഷകന്റെ കയ്യിൽ ആദ്യം എത്തുന്ന കേസുകൾക്ക് ശ്രീ ജോർജ് ജോസഫ് നിങ്ങൾക്കറിയാമായിരിക്കും, എൻ്റെ ഓഫീസിലെ അസോസിയേറ്റ് ആണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞങ്ങൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ചിന്തിക്കും. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരിക്കലും ഞങ്ങൾ ഇടപെടാറില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ അപ്പോൾ അവർ വിട്ടുപോകുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടും. ജോർജ് ജോസഫിനെ അറിയാം. ഞങ്ങൾ ഈ കാര്യങ്ങൾ പല കേസുകളിലും ഉപയോഗിച്ചിട്ടുണ്ട്, പലപ്പോഴും പോലീസ് അവസാനം ഞെട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതിൽ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇറങ്ങിക്കോട്ടെ, പക്ഷെ ഇവിടുത്തെ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരത്തെ ഇറങ്ങി. എന്നെപ്പോലെ ഒരാൾ ഇത് അനലൈസ് ചെയ്ത് പ്രോസ് ആൻഡ് കോൺസ് നോക്കി ആണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ആദ്യം പോലെ സപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യമേ ഇറങ്ങി. ആരാണ് കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം? ആദ്യം ഇറങ്ങിയ ഒരു കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തെളിവ് പുറത്ത് വന്ന, അതായത് ആദ്യത്തെ ഫോൺ വിളി വന്ന സമയം, ലിങ്ക് എവിഡൻസ് എന്ന് പറയുന്ന സാധനം വന്ന സമയം അവർ കൺസൾട്ട് ചെയ്തു.
ഈ നല്ല കാലം വരുമ്പോൾ നല്ല ആളുകൾ അസോസിയേറ്റ് ചെയ്യും, ചീത്തക്കാലം വരുമ്പോൾ ചീത്ത ആളുകൾ അസോസിയേറ്റ് ചെയ്യും. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അവരെന്ത് ചെയ്തു? അവര് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വൈകി. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? 20 days ഡിലേ. ഇതിനിടയിൽ പല പ്രാവശ്യം വിളിച്ചു. അവസാനം ജീവനുള്ളൊരു സാധനം ജയിലിൽ നിന്ന് പുറത്തു വന്നു. എന്താണ്? ഒരു കത്ത്. ആ കത്തിൽ എന്താണ്? 20ഓളം സാഹചര്യങ്ങളുടെ നേരിട്ട് പറഞ്ഞും പറയാതെ കുറേ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കത്തെഴുതി. കേരള പോലീസിനെ പോലെ അത്ര ബുദ്ധിയില്ലാത്ത പോലീസൊന്നും അല്ലല്ലോ കേരള പോലീസ്. അവരുടെ കയ്യിലേക്ക് ഈ സാധനം വീണ് കഴിഞ്ഞപ്പോൾ, അവർക്കിതെല്ലാം ക്രോസ് വെരിഫൈ ചെയ്യാനുള്ളൊരു സാധനം വന്നപ്പോൾ നമ്മുടെ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ടീം ടോട്ടലി ഡിസപ്പിയർ ചെയ്തു. പിന്നെ ഫാൾസിഫിക്കേഷനായി. പല കാര്യങ്ങളും നടനോട് അസോസിയേറ്റ് ചെയ്തവരെ കൊണ്ട് ഇത് ഫാൾസിഫൈ ചെയ്യാനുള്ളൊരു ശ്രമം തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ സാറിനറിയാം ഈ ഒരു ഫാൾസിഫിക്കേഷൻ. ഇന്ത്യയിൽ ചില വിധികളുണ്ട്. ഫാൾസ് പ്ലീ റേസ്ഡ് ബൈ an accused can be an additional link എന്ന് ചില കേസുകൾ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഫാൾസിഫിക്കേഷൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ വിദേശ രാജ്യങ്ങളിൽ അത് തന്നെ ഒരു ഭാഗമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കാം. അതിന് സയന്റിഫിക് എവിഡൻസും കാണിക്കാം. നിങ്ങൾ ആദ്യം ആലോചിക്കണം ഈ നടൻ ഈ അതുപോലെ തന്നെ പോലീസിന്റെ ഒരു നീക്കം, അതായത് ഈ ആളൂർ എന്ന അഭിഭാഷകൻ പ്രവേശിക്കുന്നു. ആളൂര് ബാക്കിയുള്ളവരുടെ ഒക്കെ വക്കാലത്ത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. പക്ഷെ മാർട്ടിൻ എന്ന ആളുടെ വക്കാലത്ത് മാത്രം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ആ മാർട്ടിനും പൾസറും സുനിയും തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റിനെ വിദഗ്ധമായി പോലീസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പൊതുവെ തന്നെ. അതൊക്കെ ഇതിനേക്കാൾ ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഞാൻ കേരള പോലീസിൻ്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഇതിലേക്ക് വിടുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, 2 പ്രധാന അഭിഭാഷകർ ഈ കേസിൽ വന്നു. ഒന്ന് ശ്രീ ഫെനി ബാലകൃഷ്ണൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് എന്താ? 2 പേർ ഇത്രയും ദൂരെയുള്ള ഒരു കോടതിയിൽ അദ്ദേഹത്തെ സമീപിച്ചു, ജാമ്യം എടുത്തു കൊടുക്കണം. ഒരു മിനിറ്റ് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് ഈ WCCയുടെ ഇടപെടൽ ഒരുപക്ഷെ അമ്മ എന്ന സംഘടനയുമായി ചേർന്ന് പല ഘട്ടങ്ങളിലും അമ്മ എന്ന സംഘടനയിൽ നടന്ന മീറ്റിങ്ങിലൊന്നും WCC കൃത്യമായി ഇടപെട്ടില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ WCCയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വലിയ രീതിയിൽ ഈ കേസിനെയും അന്വേഷണ സംഘത്തെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതേക്കുറിച്ച് കൂടി ഒന്ന് അപഗ്രഥിച്ചാൽ. വുമൺ കൂട്ടായ്മയാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഈ WCC അമ്മയുടെ കൂട്ടായ്മയിൽ അല്ലെ അമ്മയുടെ മീറ്റിങ്ങിൽ മിണ്ടാതിരുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയുടെ മീറ്റിങ്ങിലൊന്നും ആരും ആരുടെയും മുഖത്ത് നോക്കി ഒരു കാര്യവും ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചാൽ ആ ചോദിക്കുന്നവർ പിന്നെ സിനിമയിൽ ഉണ്ടാവില്ല. അതാണ് ചരിത്രം. തുടക്കം മുതലുള്ള ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സുകുമാരൻ മുതൽ ഈ കുട്ടി വരെയുള്ള ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവരാരും അവിടെ ഇരുന്ന് അങ്ങനത്തെ ഒരു വാഗ്വാദത്തിനൊന്നും പോവില്ല. പ്രത്യേകിച്ചും സ്ത്രീകളാണ്. അവിടെ ഇരുന്ന് വാഗ്വാദത്തിന് പോയുള്ള അവസ്ഥ നമുക്കറിയാം. അവിടെയുള്ള ആളുകളുടെ സംസാരവും ചില കോമഡികളും ഒക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ്. അതെല്ലാം കേട്ടിട്ട് അവസാനം പത്രപ്രവർത്തകരുടെ ചായ കുടിച്ചിട്ട് പിരിയാം എന്ന് പറഞ്ഞ ആളുകളാണ് അവിടെ ഇരുന്നത്. അവരോടൊന്നും അവർ പറയില്ല. പക്ഷേ അവരുടെ ഈ കൂട്ടായ്മയുണ്ടല്ലോ, അവർ മുഖ്യമന്ത്രിയെ കണ്ടതും അവരുടെ ആ ചരടുവലികളും ആ സ്ത്രീ കൂട്ടായ്മയുടെ ഒരു ആർജവവും അവരുടെ ഒരു ശക്തിയും മലയാള സിനിമയിൽ വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇനിയെങ്കിലും അമ്മ ഭാരവാഹികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം ഒരിക്കലും അവരെ തടയാനോ അവരെ വിലക്കാനോ അവരുടെ വഴികളിൽ തടസ്സം സൃഷ്ടിക്കാനോ ഒന്നും അമ്മയ്ക്കെന്നല്ല മലയാള സിനിമയിൽ ഒരു മനുഷ്യനും കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്കും ആർജവമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരി ആളുകളാണ് അതിനകത്തുള്ളത്. അവരെ ഒന്നും അവരുടെ ഇടപെടൽ ഇതിനകത്ത് വളരെ ശക്തിയായി ഉണ്ടായിരുന്നു. ഈ കേസ് പിന്നെ അതിൻ്റെതായുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മുഖ്യമന്ത്രിയെ കാണാനായാലും അതിൻ്റെ യഥാസമയങ്ങളിൽ അതിൻ്റെ മൊഴി കൊടുക്കുന്നതിനായാലും ആ കുട്ടിയെ അതിൽ നിന്ന് അകറ്റി നിർത്തി
ഒരു അകലം പാലിക്കുന്നതിനായാലും അവരെ സംരക്ഷിക്കുന്നതിനായാലും ഒക്കെ അവർ കാണിച്ച ഒരു ജാഗ്രത ഒരു കാരണവശാലും നമുക്ക് വിസ്മരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ മാഫിയ തലവനുണ്ടല്ലോ ഇപ്പൊ ജയിലിൽ കിടക്കണേ, ആ മാഫിയ തലവനും ആ കൂട്ടത്തിലുള്ള കുറച്ച് മാഫിയകളോട് ഇനിയും വരാനുണ്ടെന്നാണ് എന്റെ ചിന്ത. വരാനുള്ള അതാണ് വളരെ കാതലായ വിമർശനം ശക്തമായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഈ ബൈജു കൊട്ടാരക്കര പറയുന്നത്. ശ്രീ ആലപ്പി അഷ്റഫ്, അതായത് ഈ രീതിയിൽ കലാകാരന്മാരുടെ പോക്കിനെ നല്ല രീതിയിൽ വിമലീകരിക്കാവുന്ന, ഒരുപക്ഷെ സാക്ഷാൽ ജയന് വരെ ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് താങ്കളുടെ ആ കലാപാരമ്പര്യങ്ങൾക്ക് അനുഗുണമായ രീതിയിൽ ഉള്ള പരിഗണന ഇപ്പോൾ കലാലോകത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. താങ്കൾ അർഹിക്കുന്ന ആ വലിയ പരിഗണന. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് സിനിമാ മേഖലയിൽ കൂടിയിരിക്കുന്ന ആ മാലിന്യങ്ങളെ ഇതില് ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു തുള്ളി വിഷം മതി മൊത്തം ചീത്തയാകാൻ എന്ന് പറഞ്ഞ പോലെ ഈ ദിലീപ് എന്ന് പറഞ്ഞ ഈ സാമൂഹ്യ ദ്രോഹി അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ അതായത് അഖിലേന്ത്യാ പീഡന അസോസിയേഷൻ ഉണ്ടാക്കി അതിന്റെ പ്രസിഡന്റ് ആക്കാൻ പറ്റിയ ഒരാളാണ് ദിലീപ്. അയാൾ മാറിക്കഴിഞ്ഞാൽ ഈ അമ്മയുടെ അംഗങ്ങളെല്ലാം അടച്ച് ആക്ഷേപിക്കാൻ ആരും തയ്യാറല്ല. കാരണം ഞങ്ങൾക്കെല്ലാം അവരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അവരൊക്കെ വളരെ നല്ല, അവരുടെയൊക്കെ തുറന്ന പുസ്തകങ്ങളാണ് അവരുടെയൊക്കെ ജീവിതം. അവരാരും ഒരു ഉപദ്രവം ഉണ്ടാക്കാനോ ഒന്നിനും വരുന്നില്ല. മമ്മൂട്ടിയുടെ, മോഹൻലാൽ, സുരേഷ് ഗോപി, ഗണേഷ്, പിന്നെ നമ്മുടെ മുകേഷ്, ഇന്നസെന്റ്, ഇവരൊന്നും കുഴപ്പക്കാരൊന്നുമല്ല. പക്ഷേ ഒരു കുഴപ്പക്കാരൻ അവരെ എല്ലാം ഇട്ട് വട്ടം ചുറ്റിക്കുകയായിരുന്നു ശരിക്കും ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ അതിശക്തമായ ഒരു സംഘടനയാണ് ഫെഫ്ക. അല്ലാതെ ഫെഫ്ക നല്ല അടിത്തറയുള്ള സംഘടനയാണ്. ആരും ഇടപെട്ടില്ല. ഇതിനകത്ത് ഭയങ്കര ഒരു സംശയം ഇതിനകത്ത് ഉണ്ടായി. ശരിക്കും തുറന്നു പറഞ്ഞാൽ ദിലീപിന്റെ ബുദ്ധി പ്രവർത്തിച്ച ഒരു സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് അയാൾ ടി വിയിൽ കൂടെ പറഞ്ഞു കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചാനലും എല്ലാവരും കൂടെ പൾസർ സുനിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയല്ല എന്നാണ്. ഇമ്മീഡിയറ്റ് വന്നത് എന്താണ്? വേറൊരു യുവ സംവിധായകനിലേക്ക് തിരിയുന്നു. ദിലീപ് നിരപരാധിയാണ്. ഒരു നടന്റെ മകനായ അവസാനം അഭിനയിച്ച പടത്തിന്റെ സംവിധായകൻ എന്തോറ ബുദ്ധിപൂർവ്വമാണ് അയാൾ ചെയ്തത്. അതിലേക്ക് തിരിഞ്ഞപ്പം ആളുകൾ പറയാൻ തുടങ്ങി ദിലീപ് നിരപരാധിയാണെന്ന്. എത്രയോ പേര് എന്നെ വിളിച്ച് ചോദിച്ചു. പക്ഷേ അതെല്ലാം തകർന്നില്ലേ? എല്ലാം നമ്മുടെ പോലീസിന്റെ മുമ്പിൽ അടിയറ വെച്ചില്ലേ? എല്ലാം തകർന്ന് ഇതായിട്ട് വീണില്ലേ? അതുകൊണ്ട് അടച്ചാക്ഷേപിക്കണ്ട. അവര് തിരുത്തും. അമ്മ തിരുത്തി നല്ല പോലെ തന്നെ വരും, തീർച്ചയായിട്ടും വരും. അവർ നല്ല പോലെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. പുതിയ തലമുറ കയറി വരും. ഇന്നസെന്റ് എന്നും ദിലീപ് മാത്രമായിരുന്നോ ദിലീപിനെ ഒഴിവാക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ദിലീപിന്റെ യഥാർത്ഥ പ്രതികൾ അന്വേഷണ സംഘം പിടിക്കുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷപ്പെടുമോ? അത്രയും നന്മകൾ കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഇവര് രണ്ടുപേരും മാത്രമല്ല, ഇനിയൊരു MLA കൂടെ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. വേറൊരു MLA കൂടെ. അപ്പൊ 3 MLA-മാരെയാണ് പുള്ളി മൊത്തത്തിൽ കറക്കിയിരിക്കുന്നത്. അപ്പൊ അതിഭയങ്കര വിദഗ്ധൻ. ഇത്രയും ക്രിമിനലിന് ഇന്ത്യയിൽ കാണാൻ പറ്റത്തില്ല. വണ്ടി ചോറ് വരെ മാറി നിൽക്കും പുള്ളിയുടെ മുമ്പിൽ. തീർച്ചയായും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശ്രീ അജകുമാർ, താങ്കൾ പറഞ്ഞു വന്നത് എനിക്ക് ഈ കേസിൽ അമ്മയുടെ നിലപാട് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വലിയ ജനാധിപത്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആജീവനാന്ത ഒരു അച്ഛൻ പ്രസിഡന്റ്, പിന്നെ ഈ 4 or 5 സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നവർ മാത്രം ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് മിക്കവാറും വരുന്നു. ഇതിന് ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് അവർ മാറിക്കൊടുത്ത് വേറെ ആളുകൾ വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഇനി ഈ കേസിൻ്റെ സംവിധാനം ഇൻവെസ്റ്റിഗേഷൻ എടുക്കാം. അങ്ങേയറ്റം ഞാൻ പോലീസിനെ ശ്ലാഘിക്കുന്നത് പ്രശംസിക്കുന്ന ആ ഒരു കാര്യത്തിലാണ്. ഇവരാരെയും ഡിപ്പെൻഡ് ചെയ്തില്ല. ഈ ഒരൊറ്റ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻറ്റ് വന്ന ലാലിനെ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തതല്ലാതെ ഈ പറയുന്ന മഹാനടന്മാരെയോ മറ്റുള്ളവരെ ആരെയും പോലീസ് അവർക്കൊന്നും അറിയില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് എവിടാ? ആദ്യത്തെ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്ന എവിടാ? അമ്മയുടെ റീഹേഴ്സൽ ക്യാമ്പിൽ. ഇതുവരെ ആ റീഹേഴ്സൽ ക്യാമ്പിലുള്ള സകലവരും അറിഞ്ഞിരിക്കുമല്ലോ.
അല്ല, റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപിന് വളരെ വിദഗ്ധമായി പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്താമല്ലോ. അതല്ല, അവിടെ വെച്ച് ഇവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഈ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപുമായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതാണ് ട്രിഗർ ചെയ്യുന്നത്. അദ്ദേഹം ചോദിച്ചാൽ ട്രിഗർ ചെയ്യും. ഈ ക്രിമിനോളജിക്ക് ഇത് എപ്പോഴാണ് ഈ ഗൂഢാലോചന മുളപൊട്ടുന്ന ഇല്ലേ ക്രിമിനൽ വാസന മുളപൊട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരും. അതിന്റെ ഉത്ഭവം തുടങ്ങുന്ന അവിടെ നിന്നാണല്ലോ. റീസൺസ് വേറെ ഒരുപാട് കാണും. ആ ഇതോടുകൂടിയാണ് ഒരുത്തൻ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട്, അതായത് ഒരു കൊട്ടേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇന്നേ നാൾ വരെ നമ്മളാരും അറിഞ്ഞില്ലല്ലോ അത് ഇവരാരെങ്കിലും പറഞ്ഞു പോലീസിന് കൊടുത്തതായിട്ട്. അതൊരു വലിയ ഒരു അംശം വരുന്ന തെളിവല്ലേ. ഇവരിപ്പോൾ ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, ഞങ്ങൾ കാണിച്ചതെന്നും കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന്. ഞാൻ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ റെഫർ ചെയ്യുന്നില്ല. അവരെ ആരെയെങ്കിലും ഇതിൽ റെഫർ ചെയ്താൽ, സാക്ഷികളാക്കിയാൽ, എഴുതി വെച്ചോളൂ ലക്ഷ്മി, അവരെല്ലാം തന്നെ ഈ കേസിന് അട്ടിമറിക്കും. യാതൊരു സംശയവും വേണ്ട. കാരണം അവർക്ക് ഈ നടനുമായിട്ട് വളരെയേറെ ആത്മബന്ധങ്ങളുണ്ട്, ബിസിനസ് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ജനരോഷം അങ്ങ് അണ പൊട്ടി ഒഴുകുന്നത് കൊണ്ട്, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സർക്കാർ ഉള്ളത് കൊണ്ട് അവർ തന്ത്രപൂർവ്വം വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, എന്നും ഇരയ്ക്കൊപ്പമാണ്. WCC എന്ന് പറയുന്നൊരു സംഘടന വാസ്തവത്തിൽ ഞാൻ ബഹുമാനിക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെ ലിമിറ്റേഷൻസ് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം അവൻ സഹായിച്ചുകൊണ്ട് അവർ യാതൊന്നും തന്നെ പബ്ലിക് അപ്പിയറൻസിൽ പറഞ്ഞ് ഇവർക്ക് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ അവസരം കൊടുക്കാതെ നിന്നു. അങ്ങേ അറ്റത്തെ വിദഗ്ധമായ ഉപദേശം. എനിക്ക് തോന്നുന്നത് മീന ചേച്ചിയുടെ ബുദ്ധിയായിരിക്കും അത്. ഇതുകൊണ്ട് വന്നതുകൊണ്ട് അതിൽ നിന്ന് നെഗറ്റീവ് ഇൻഫറൻസസ് ഉണ്ടാക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. അല്ലാതെ ഈ അമ്മയിലുള്ള പുരുഷ മേധാവിത്വം ഒന്നും ഈ കേസിനോ ഇരയ്ക്കോ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ അടിവരയിട്ട് എഴുതി പറഞ്ഞു. ആണോ? അങ്ങനെയാണോ ശ്രീമതി സൂസൻ കോടി? അമ്മ സംഘടന എന്ന് പറയുന്നത് തീർച്ചയായും നേരത്തെ ആ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഒരു ആണധികാരത്തിൻ്റെതായി സമൂഹത്തിൽ കാണുന്ന അത്തരത്തിലൊരു കാഴ്ചപ്പാട് തന്നെ നിലനിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരമൊരു മേഖലയിൽ നിൽക്കുന്ന അത്തരമൊരു പ്രവണതയ്ക്കെതിരായിട്ടാണ് WCC രൂപവൽക്കരിച്ചതും അതിനെതിരായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ മേഖലയിൽ ഒരിക്കലും താരങ്ങളെന്ന് പറയുന്നത് പുരുഷന്മാർ മാത്രം അടങ്ങുന്ന ഒരു മേഖലയല്ലല്ലോ. അവരെ മാത്രം ഇങ്ങനെ വലിയ രീതിയിൽ കാണുകയും അതിനോടൊപ്പം എല്ലാവരും കൂടെ ചേരുന്നതാണ് സിനിമയെന്ന് കണ്ടുകൊണ്ട് നടികളായിട്ടുള്ളവരെ കൂടെ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അത്തരത്തിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് WCC സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടേതായ ഒരു സംഘടന. സൂസൻ കോടി, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അത്തരം ഒരു വനിതാ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായിരിക്കുന്നതുകൊണ്ടാണ് താങ്കളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ശ്രീ അജകുമാർ അടക്കമുള്ളവർ, അഡ്വക്കേറ്റ് അജകുമാർ അടക്കമുള്ളവർ, ജെയിംസ് വടക്കുംചേരി അടക്കമുള്ളവർ പറയുന്നു. പക്ഷേ ഈ ദിലീപ് കുടുങ്ങി, ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുങ്ങി, അത് ആ നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ പോകട്ടെ. പക്ഷേ ഈ ബാക്കിയുള്ള കൂട്ടായ്മയെല്ലാം നമ്മൾ കാടടച്ച് ആക്ഷേപിക്കുന്നത് ഒരു പക്ഷേ ഉത്തരവാദിത്തം ഇല്ലായ്മയില്ലേ? കാരണം ആണധികാരം സിനിമയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന കാര്യമല്ലല്ലോ. സിനിമയിൽ അതുണ്ടാകുന്നുവെങ്കിൽ അത് സമൂഹത്തിന്റെ പരിച്ഛേദമാവില്ലേ? താരങ്ങളെന്ന് പറയുമ്പോൾ അവരെ മാത്രമേ കാണുന്നുള്ളൂ. താരങ്ങളെന്ന് പറയുമ്പോൾ അവരെ മാത്രമേ കാണുന്നുള്ളൂ. അതിലെല്ലാവരും കൂടെ ചേരുന്നവരാണ് സിനിമ എന്നുള്ള തരത്തിൽ കാണണം. എല്ലാവരും കൂടെ ചേരുന്ന തരത്തിലാണ് സിനിമ പ്രവർത്തിക്കേണ്ടതെന്നാണ് ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ കണ്ടേക്കുന്നത്. കാരണം അതിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. അതിലായിട്ട് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുണ്ട്, അതിൽ എത്രയോ നടികളുണ്ട്. ഇവരെല്ലാം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നവരുമുണ്ട്. പക്ഷെ ഇവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നടൻ ഇത്തരത്തിലൊരു നിലപാടത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനെല്ലാവരും ബലിയാടാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതിനോടാണ് നമുക്ക് യോജിക്കാൻ കഴിയാത്തത്. ഒരു കാര്യങ്ങളുണ്ടാകുമ്പോൾ ആ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഇപ്പോൾ തിരിച്ചറിയുന്നവർ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്, ഈ തരത്തിൽ സംഭവിച്ചു പോയി, ഖേദം പ്രകടിപ്പിക്കുന്നു, സംഭവിച്ചു പോയി എന്നൊക്കെ ഉള്ള തരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ കാണണം, അവരനുഭവിച്ചൊരു വിഷമം കാണണം, അവരുടെ ഒരു പ്രയാസം കാണണം. ആ പ്രയാസത്തോടൊപ്പം നിന്ന് കുറേയധികം സിനിമാ നടന്മാർ നമുക്കുണ്ട്, ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കുറേ അധികം ആളുകളുണ്ട് ആ പെൺകുട്ടിക്ക് എല്ലാ കരുത്തും കൊടുത്തുകൊണ്ട് നിന്നവരൊക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തെ ഞാൻ അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷെ അത്തരം ചില പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്, ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എത്രയോ നല്ല നിലപാടെടുത്തിട്ടുണ്ട്, ആ പെൺകുട്ടിയോടൊപ്പം നിന്നുകൊണ്ട് നിലപാടെടുത്ത എത്രയോ നടന്മാരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം തന്നെ കൃത്യമായ നിലപാട് അമ്മയെന്ന് പറയുന്ന സംഘടന സ്വീകരിച്ചിട്ടുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്
അതിൻ്റെ ശരിയായ നിലയിലേക്ക് ആ സംഘടന വന്നിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി സിനിമാ രംഗത്തുള്ള താരങ്ങളെ എല്ലാവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടെ ചേരുന്നൊരു നിലയിലേക്ക് ആ മേഖലയെ കൊണ്ടുപോകണം. സംഘടന അത്തരത്തിൽ വരണം. അതിൻ്റെ ജനാധിപത്യ സ്വഭാവം മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അത്തരത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ ആ അർത്ഥത്തിലുള്ള കാഴ്ചപ്പാടിന്റെ മാറ്റത്തിന്റെ അലയൊലിയാണ് WCC. ആ WCCയുടെ നിലപാടുകൾ ശ്ലാഘിക്കേണ്ടത് തന്നെയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? സൂസൻ കോടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ WCCയുടെ ഇടപെടൽ, അത് രൂപീകരണ സമയത്തും ഒക്കെ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ എത്ര നല്ല നിലപാട് സ്വീകരിച്ചു. ആ പെൺകുട്ടിയോടൊപ്പം നിന്നു. അതിനുവേണ്ടി എല്ലാം മനക്കരുത്തും അതിന് കൊടുത്തു. എല്ലാ തരത്തിലും ആ പെൺകുട്ടിയെ സഹായിച്ചു. അവരോടൊപ്പം നിന്നു. അതിനുവേണ്ടി എല്ലാ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു കളക്റ്റീവ്, അങ്ങനെ തന്നെയാണ് സംഘടനയ്ക്ക് പേര്, വിമൻസ് കളക്റ്റീവിൻ സിനിമയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ് ശ്രീമതി സൂസൻ കോടി. ചർച്ച അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്